സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള ഗുരുതര ആരോപണങ്ങളും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിലെല്ലാ വീഡിയോയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യം, രാഹുൽ എന്ന് പറയുന്നൊരു വൻമരം വീഴാൻ പോകുന്നു, അല്ലെങ്കിൽ വീഴ്ത്താൻ ശ്രമിക്കുന്നു. ആരാണ് വീഴ്ത്താൻ ശ്രമിക്കുന്നത്? കോൺഗ്രസിൻ്റെ പാർട്ടിയിലുള്ള തലമൂത്തപ്പന്മാർ തന്നെയാണ് ഇതിന് ഈ പറയുന്ന ഒരു കരുവാക്കിക്കൊണ്ട് ഈ പറയുന്ന ഇരകളെന്ന് പറയപ്പെടുന്ന സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീഴ്ത്താനായിട്ട് ശ്രമിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതുതന്നെയാണ് സത്യം. VD സതീശനടങ്ങുന്ന അവരുടെ കൂട്ടത്തിലുള്ള തലമൂത്തപ്പന്മാരെല്ലാം കൂടി ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ ചെറുപ്പക്കാരനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ അടിച്ചു തകർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും തെളിവുകളുമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ആണ് അതിജീവിതകളെന്ന് പറയപ്പെടുന്ന സ്ത്രീകളും അതേപോലെ തന്നെ സ്ത്രീകളല്ലാത്ത ട്രാൻസ്ജെൻഡേഴ്സും ട്രാൻസ് വുമണും ഒക്കെ. അപ്പോൾ ഇതിൽ കഴിഞ്ഞ ദിവസം അവന്തിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, പുള്ളിക്കാരി ട്രാൻസ് വുമണാണ്. പുള്ളിക്കാരി വന്നിട്ടൊരു കാര്യം പറയുകയുണ്ടായത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ സ്ഥിരമായിട്ട് ഈ ഡൽഹിയിലേക്കൊക്കെ പോകാനൊക്കെ പറയുമായിരുന്നു, പിന്നീട് എന്നെ റേപ്പ് ചെയ്യണമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആഗ്രഹം എന്നാണ്. ഈ പറയുന്നത് ആരാണെന്ന് നോക്കണം. ഒരു ട്രാൻസ് വുമണാണ്. അതിന് മാത്രം ലൈംഗിക ദാരിദ്ര്യമാണോ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നത്. അപ്പോൾ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വരികയും പിന്നീട് അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രഹസനവുമായിട്ട് നമ്മുടെ DYFIയും BJPയും എല്ലാ പാർട്ടികളും ഇറങ്ങി. അതായത് രാഹുലിൻ്റെ വീടിന് മുൻപിൽ പോയിട്ട് പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്നുള്ളൊരു തിൻ്റെ ഇട്ടിട്ട് രാഹുലുണ്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് കുറേ കണ്ണാപ്പി പെൺപിള്ളേരും കണ്ണാപ്പി പയ്യന്മാരും കൂടി ഒരു പോസ്റ്റ് ഒട്ടിക്കാനായിട്ടൊക്കെ ചെന്നു. അതായത് സ്വന്തം പാർട്ടിയിലുള്ള ഒരു തന്തയ്ക്കുപുറക്കാഴി കാണിച്ച ഒരുത്തനുണ്ട്, മുകേഷ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും അല്ലാതെയും ചലച്ചിത്ര രംഗത്തുള്ള ആളുകൾ പോലും ഇവർക്കെതിരെ പരാതി ഉന്നയിച്ചിട്ട് പോലും കമാന്നൊരു അക്ഷരം മിണ്ടാനോ ഒരു ചെറുവിരൽ പോലും അനക്കാനോ സാധിക്കാത്ത ഇടതുപക്ഷ സർക്കാരും അവരെ അനുകൂലിക്കുന്ന കുട്ടി സഖാക്കളായിട്ടുള്ള DYFIയിൽ ഇരിക്കുന്ന ആളുകളുമൊക്കെയാണ് ഈ രാഹുലിനെതിരെ കടുത്ത രീതിയിലുള്ള അക്രമം അഴിച്ചുവിടാനായിട്ടും രാഹുലിനെ പ്രകോപിതമാക്കാനായിട്ടും അല്ലെങ്കിൽ രാഹുൽ എന്ന് പറയുന്ന വ്യക്തിയെ ഒരുമാതിരി കരിവാരി തേക്കാനായിട്ട് മുന്നിലേക്ക് നിൽക്കുന്നത്. ഈ തെളിവുകൾ എങ്ങനെ വന്നതാണ്, അല്ലെങ്കിൽ ഇത് ഏത് രീതിയിൽ വന്നതാണെന്നുള്ളത് സാമാന്യ ബോധമുള്ള ആളുകൾക്ക് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. ചുമ്മാ ഒരു സാധനം എഡിറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഇത്ര വലിയ പാടൊന്നുമില്ല. എന്നിട്ട് അതിന് 10 തവണ പറയുകയാണ്, അല്ലെ 10 പേര് വന്നിട്ട് പറയുകയാണ് അയാൾ ഇങ്ങനെ എന്നെ ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്ന് പറയപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കലി ആ പറഞ്ഞത് സത്യമാണോ അല്ലെങ്കിൽ ആ പറഞ്ഞതായിരിക്കും സത്യം എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് ജനങ്ങൾ പോകും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ രീതിയിലേക്ക് വരച്ച് കാണിക്കണമെന്നുള്ള ഇൻറ്റൻഷൻ അത് ആരുടെയാണ്? അത് ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷ സർക്കാരും അതേപോലെ തന്നെ കോൺഗ്രസ്സിലുള്ള ആളുകളും BJPക്കും ഒക്കെ നല്ല രീതിയിലുണ്ട്. അതിന് റിപ്പോർട്ടർ ചാനൽ നല്ല രീതിയിൽ കുട പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, കൊടിയും പിടിച്ചുകൊണ്ട് മുന്നിൽ പോവുകയാണ് റിപ്പോർട്ടർ ചാനൽ. പിന്നാലെ പല ചാനലുകളും പോകുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് അല്ലെങ്കിൽ മനോരമ ന്യൂസ് ഇവരൊക്കെയാണ് നല്ല രീതിയിൽ ഈ മറുപടിയുമായിട്ട് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കറിയാം 35 വയസ്സ് മാത്രമുള്ളൊരു പ്രതിനിധിയാണ്, രാഷ്ട്രീയ പ്രതിനിധിയാണ്. അതേപോലെ തന്നെ പാലക്കാടിലെ MLA ആണ്. ഈ പറയുന്ന കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഇത്രയും വ്യക്തമായിട്ടും അല്ലെങ്കിൽ ഇത്രയും കൃത്യമായിട്ട് കാര്യങ്ങളെ ഈ വിലയിരുത്താൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഇത്രയും പുതിയ പുതിയ കാര്യങ്ങൾ അപ്റ്റുഡേറ്റഡ് ആയിട്ടുള്ള പുതിയ തലമുറയിൽപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നമുക്കറിയാം, സാധാരണ ഒരു നേതാവെന്ന് പറഞ്ഞാൽ എണീറ്റ് നടക്കാൻ പോലും വയ്യാത്ത ഈ പറയുന്ന V ശിവൻകുട്ടിയെ പോലെയുള്ള നേതാക്കന്മാരുണ്ട്. ഞാൻ കളിയാക്കി പറയുന്നതല്ല, വാർദ്ധക്യം എന്ന് പറയുന്ന ആർക്കും പിടിപെടാവുന്ന ഒരു സാധനം തന്നെയാണ്. പക്ഷേ ആ ഒരു നിയമസഭയിൽ വിഷയമുണ്ടാക്കിയ V ശിവൻകുട്ടി പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യമന്ത്രിയെ ഇറങ്ങി പോടാ എന്ന് പറഞ്ഞത്. അപ്പോൾ തന്നെയും ഇത് ആർക്കായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പെടുത്തണമെന്നുള്ള ഒരു കാര്യത്തിൽ എന്നുള്ളതും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും, കൃത്യമായിട്ട് മനസ്സിലാവും. ഈ മുഖ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞാൽ പരനാറി എന്നാണ് ജനങ്ങൾ വിളിക്കുന്നത്. അതൊരു നഗ്നമായിട്ടുള്ള സത്യമാണ്. ഞാനിവിടെ തുറന്നു പറയുകയാണ്, ഞാൻ വിളിക്കുന്നാലും ജനങ്ങൾ വിളിക്കുന്നതാണ്. അപ്പോൾ ഈ പിണറായി വിജയൻ സഖാവിനെ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പണി കിട്ടിയെന്നാണ് V ശിവൻകുട്ടി പറയുന്നത്. അപ്പോൾ ഇതിന് പിന്നാലെ നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വലിയ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണവുമായിട്ടായിരുന്നു ശ്രീ അവന്തിക എന്ന് പറയുന്ന യുവതി വന്നത്. ആ യുവതി വന്നിട്ട് പറഞ്ഞത്, എന്നെ പീഡിപ്പിക്കാനായിട്ട് റേപ്പ് ചെയ്യാനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭയങ്കര താല്പര്യമായിരുന്നു, അതിനുവേണ്ടി എന്നെ പലപ്പോഴായിട്ട് വിളിക്കുന്നു എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ സംഭവങ്ങൾക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്, അതായത് ഈ പറയുന്ന ഈ അവന്തിക എന്ന് പറയുന്ന ട്രാൻസ് വുമൺ
രാഹുൽ എന്നോട് മോശമായിട്ടൊന്നും പറയാറില്ല, രാഹുൽ എൻ്റെ നല്ലൊരു സുഹൃത്താണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ടർ വിളിക്കുന്ന സമയത്ത്, മാധ്യമപ്രവർത്തകൻ വിളിക്കുന്ന സമയത്ത് അവരോട് പറയുന്നൊരു കോൾ റെക്കോർഡാണ് രാഹുൽ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ അവന്തിക എന്ന് പറയുന്ന യുവതി വന്നിട്ട്, ട്രാൻസ്ഫോൺ വന്നിട്ട് പറഞ്ഞത്, ഈ പിന്നീട് വന്നത്, ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ്, രണ്ടാമത് ആരൊക്കെയോ പൈസ കൊടുത്തതിൻ്റെ പേരിൽ BJPക്ക് വേണ്ടിയിട്ടായിരിക്കും പണിയെടുക്കുന്നത്, BJPയിലെ ഒരു പ്രതിനിധിയാണ് ഈ പുള്ളിക്കാരി അതിന് വേണ്ടിയിട്ട് PR വർക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് വന്ന് പറഞ്ഞത് എന്നെ റേപ്പ് ചെയ്യാനായിട്ട്, കണ്ടേച്ചാലും മതി റേപ്പ് ചെയ്യാൻ പറ്റിയ സാധനം എന്നൊക്കെ നമ്മളെല്ലാവരും പറയും, ചിന്തിച്ചു പോകും. അപ്പോൾ അങ്ങനെ വന്നിട്ട് പുള്ളിക്കാരി പിന്നീട് പറഞ്ഞതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പ്രസ്താവന. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്ന ഓഡിയോ അതെന്താണെന്ന് നമുക്ക് ആദ്യം കേട്ട് നോക്കിയിട്ട് ബാക്കി വീട്ടിലേക്ക് വരാം. ഞാൻ പറയുന്ന കാര്യം ഉള്ളതാണോ ഇല്ലയെന്ന് പറയാ, ഇല്ലെങ്കിൽ വിട്ടേക്കുക. പറഞ്ഞത് നിങ്ങൾ ഒരു പ്രത്യേക സിറ്റുവേഷനിലാണ്, ലൈഫ് ത്രെട്ടണിങ് തരത്തിലുള്ള ഭീഷണി നിങ്ങൾക്ക് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബിക്കോസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വളരെ പ്രയാസകരമായ ഒരു അനുഭവം നേരിട്ടു. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പുറത്ത് പറയാൻ പേടിയുണ്ട്, നിങ്ങൾ ആരോടും പറയാതിരിക്കുകയാണ്. അതിന്റെ ചാറ്റും മറ്റേ ഫോൺ റെക്കോർഡ്സും എല്ലാ സംഭവവും നിങ്ങൾ കഴിക്കാതിരിക്കുകയാണ്. പക്ഷെ ലൈഫ് ത്രെട്ടൺ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾ ഒരു കാര്യം ഇങ്ങനെ മുമ്പോട്ട് പറയാത്തതെന്നാണ് പറഞ്ഞത്. അപ്പം അതിനിടയിലാണ്, കാരണം എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സീരിയസ്നെസ് ഇത് ആരൊക്കെ എവിടെ നിന്നൊക്കെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്റെ പാർട്ടി വഴി കംപ്ലൈന്റ് പോകാനും എല്ലാ അവസരങ്ങളും ഈ നാട്ടിലുള്ള സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ എനിക്ക് പേഴ്സണലി അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. പിന്നെ രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ്, എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല. സംസാരിച്ചിട്ടില്ല? ഇല്ല. പരാതി പറഞ്ഞതാരാണ്? അയ്യോ പാവം, ഇവള് തന്നെയല്ലേ, അല്ലെങ്കിൽ ഇവൻ തന്നെയല്ലേ കഴിഞ്ഞ ദിവസം വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ പീഡിപ്പിക്കാനായിട്ട് പലതവണയായിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായിട്ട് വന്ന അവന്തിക എന്ന് പറയുന്ന ട്രാൻസ് വുമണിൻ്റെ ഒരു കള്ളത്തരം ഇവിടെ പൊളിയുകയാണ്. ഇതുപോലെ എത്ര പേരെ ഇനിയും പൊളിയാനായിട്ട് നിൽക്കുന്നു. അടിച്ചമർത്താൻ വേണ്ടിയിട്ട് സ്ത്രീകളെയും അതേപോലെ തന്നെ സ്ത്രീകളല്ലാത്ത ആളുകളെയും ഒക്കെ ഒരു വജ്രായുധമായിട്ട് കാണുന്ന ആളുകൾക്കുള്ളൊരു മറുപടി തന്നെയാണിത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു വിഷയം വന്നപ്പോൾ തന്നെ VD സതീശനാണെന്നും പറഞ്ഞത് രാഹുൽ രാജിവെക്കണമെന്നാണ്. അപ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് രാജിവെക്കണോ വേണ്ട എന്നുള്ളത് സത്യം തെളിഞ്ഞതിന് ശേഷം ഞാൻ തീരുമാനിച്ചോളാം എന്നാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും കുരു പൊട്ടിയതുകൊണ്ട് തന്നെ ഈ രാഹുലിനെ ഒരു ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലാണ് ഇവരെല്ലാം ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അതായത് പാർട്ടിയുടെ പരിപാടി പോലും ഈ രാഹുൽ വരുമെന്നുള്ളൊരു പേടികൊണ്ട് മറ്റു സ്ഥലത്തിലേക്കൊക്കെ മാറ്റിയെന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ തലമൂത്തപ്പന്മാരുടെ ഉള്ളിലുള്ള പേടി. അതായത് രാഹുൽ വെറും 35 വയസ്സുള്ളൊരു നേതാവാണ്. ആ നേതാവ് ഇന്നലെ വളർന്നു വന്ന് ഇന്ന് ഈ സമൂഹത്തിൽ ഇത്രയും വലിയൊരു കോളിളക്കം ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിലേക്കൊക്കെ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് വേണമെങ്കിൽ ആവശ്യപ്പെടാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടാം. ഇത്രയും ചുറിയൂറുക്കുള്ള ഇത്രയും കഴിവുള്ളൊരു യുവാവ് കയറി വരുമ്പോൾ സ്വാഭാവികമായിട്ട് സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾക്ക് കുരുപൊട്ടും. അതോടൊപ്പം തന്നെ ഈ സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ എതിർ പാർട്ടിയിലുള്ള ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവരെ തകർത്താനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെപ്പറ്റി വ്യക്തവും ശക്തവുമായിട്ടൊക്കെ എതിർത്തൊരു വ്യക്തിയായിരുന്നു ശ്രീ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ രാഹുൽ ഈശ്വർ ഇതിനെ കൃത്യമായിട്ടുള്ള രീതിയിൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം സംസാരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നതാണ് അല്ലേ. അപ്പോൾ ഇന്ന് ഈ പറയുന്ന ഈ അവന്തിക എന്ന് പറയുന്ന ട്രാൻസ് വുമണിൻ്റെ ഈ ഒരു കള്ളത്തരം പൊളിഞ്ഞതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. രാഹുലിന് ഫസ്റ്റ് ജയം, അവന്തിക നാടകം പൊളിഞ്ഞു, ഓഡിയോ ക്ലിപ്പ് പുറത്ത്, നമ്മുടെ അച്ഛൻ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയുടെ തംബ്നെയിൽ കിടക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യ വിജയം. നിരന്തരമായി രാഹുലിന് നേരെ ഗോളുകൾ കയറുകയായിരുന്നു. ആദ്യ വിജയം രാഹുൽ സ്കോർ ചെയ്തു. അവന്തികയുടെ നാടകം പൊളിഞ്ഞു വീണു. ഈ അവന്തികയെ രാഹുൽ മാങ്കൂട്ടത്തിൽ റേപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വിളിച്ചു, എന്നോട് മോശം സംസാരിച്ചു എന്നൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത്. അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് വിളിച്ച് August 1 8:42 ചേട്ടനെ കുടുക്കാൻ ശ്രമം നടക്കുന്നുണ്ട്, എന്നെ മാധ്യമപ്രവർത്തകർ വിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിച്ചതായിട്ടുള്ള ഓഡിയോ ക്ലിപ്പുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ടു. രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയല്ല, നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നിങ്ങൾ ഓർക്കണം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും, സ്ത്രീകളാണെങ്കിലും നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ മകൻ, നിങ്ങളുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്.
ഒരു MLA-ക്കും മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്കും ശ്രീ എൽദോസിനും ഇതൊക്കെ നേരിടേണ്ടി വന്നെങ്കിൽ നമുക്ക് വന്നാൽ നമ്മളൊക്കെ നിലനിൽക്കുവോ? രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിട്. നമുക്കെതിരെ വന്നാൽ നിങ്ങളുടെ അച്ഛനെതിരെ, മകനെതിരെ, സഹോദരനെതിരെ, സുഹൃത്തിനെതിരെ ഇങ്ങനെ വ്യാജ പരാതികൾ വന്നാൽ നമ്മുടെ കരിയർ പോകും, ജീവിതം പോകും, ജോലി പോകും, ശമ്പളം പോകും, നമ്മൾ ഇല്ലാതാകും. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയല്ല, നമ്മുടെ ഓരോരുത്തരുടെയും അച്ഛന്, നമ്മുടെ ഓരോരുത്തരുടെയും സഹോദരന്, നമ്മുടെ ഓരോരുത്തരുടെയും മകന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. എന്റെ വീട്ടിലും അങ്ങനെ വളർന്നു വരുന്ന 2 ആമക്കളുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ആമക്കളുണ്ടെങ്കിൽ നാളെ അവർ ജീവിക്കുന്ന ഒരു ലോകത്ത് ഫെമിനിസ്റ്റുകൾ കയറി മേയുന്ന ഏതാണിനെയും കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത്. ഈ ഫെമിനാസികൾക്കെതിരെയുള്ള പോരാട്ടം നമ്മൾ തുടരണം. നീ രാഹുൽ വിട്ട ഈ അവന്തിക്കെതിരെയാണ് റേപ്പ് ചെയ്യാൻ രാഹുൽ വിളിച്ചു എന്ന് പറഞ്ഞു. എന്തായാലും അവരുടെ നാടകം പൊളിക്കുന്നത് രാഹുൽ നമുക്ക് പൊളിക്കുന്നത് കാര്യമായി കേൾക്കാം. രാഹുൽ അതിന്റെ ഓഡിയോ ക്ലിപ്പ് പൂർണ്ണമായി വിട്ടു. എഡിറ്റഡ് ഓഡിയോ ക്ലിപ്പ് ഒന്നുമല്ല, പൂർണ്ണമായിട്ടുള്ള ഓഡിയോ ക്ലിപ്പ്. എനിക്ക് പേഴ്സണലി അങ്ങനെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ. ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. പിന്നെ രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ്. ഒരു മാധ്യമപ്രവർത്തകൻ വിളിച്ചത് റെക്കോർഡ് ചെയ്ത് അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് അയച്ചു കൊടുക്കുക. മോശമല്ലെങ്കിൽ കേരളത്തിലൊരു MLA, പാലക്കാട് MLA ആണ്. ആ MLA ആയിട്ട് എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യം തന്നെയല്ലേ? ബാഡ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് ചാറ്റിൽ മിസ്ബിഹേവ് ചെയ്ത രീതിയിൽ അതൊരു ബാഡ് എക്സ്പീരിയൻസ് അല്ലേ? മിസ്ബിഹേവ് ചെയ്തു എന്ന് പറയുന്നത് ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ ആരാന്ന് അറിയാനുള്ള അവകാശം എനിക്ക്. ആ റിപ്പോർട്ടർ വിളിച്ച് അവന്തികയോട് ചോദിക്കുകയാണ്, അവന്തിക നിങ്ങൾക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന്. അപ്പൊ അവന്തിക പറയുന്നതാണ്, അങ്ങനെ യാതൊരു ബാഡ് എക്സ്പീരിയൻസും ഇല്ല, എന്നെ കുറിച്ച് എന്തിനാ ഇങ്ങനെ അപവാദം പറയുന്നത്. എന്നിട്ട് അത് അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഓഗസ്റ്റ് 1 വിളിച്ചറിയിക്കുന്നു. എന്നിട്ട് അതേ വോയിസ് ക്ലിപ്പ് അല്ലേ, അന്ന് ഈ രാഹുലിന്റെ വിഷയം തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെയും രാഹുൽ ഈശ്വർ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കുന്നുണ്ട്. ഏറെ സ്വാഗതാർഹമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെയും ഇങ്ങനെ നിൽക്കുമ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചോദ്യം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് മുൻപ് ഈ വിഷയങ്ങൾ ഉണ്ടായ സമയത്ത്, അതായത് ആർക്കെതിരെയാണ്, ഈ മുകേഷ് MLA-ക്കെതിരെ ഉണ്ടായ സമയത്ത് എന്തായിരുന്നു ഈ പാർട്ടി സ്വീകരിച്ച നിലപാടെന്നും ഇന്ന് എന്താണ് രാഹുലിന് ഈ വിഷയം ഉണ്ടായപ്പോൾ ഇതേ പാർട്ടി തന്നെ സ്വീകരിക്കുന്ന നിലപാടെന്നുള്ളൊരു ചോദ്യത്തിൽ അതിൻ്റെ ഒരു ഉത്തരമാണ് ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാൻ പോകുന്നത്. അതാദ്യം നമുക്ക് കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട CPM വനിതാ നേതാക്കൾ മുകേഷ് MLA പീഡന കേസ് നേരിട്ടപ്പോൾ രാജി ആവശ്യപ്പെട്ടോ എന്നുകൂടി നമ്മളൊന്ന് പരിശോധിക്കണമല്ലോ. ഒന്ന് കണ്ടുവരാം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് അറസ്റ്റ് ചെയ്യപ്പെടുകയും മുൻകൂർ ജാമ്യം തേടിയതിനാൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. പക്ഷെ ഇക്കാര്യത്തിൽ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിലെല്ലാം പൊതുവെ അവനവൻ തന്നെയാണ് ഇക്കാര്യങ്ങളിൽ ഔചിത്യപൂർവ്വം തീരുമാനമെടുക്കേണ്ടത്. ആരെക്കുറിച്ചെങ്കിലും ഒരു ആരോപണം കേട്ട ഉടനെ തന്നെ നിങ്ങൾ രാജിവെക്കണമെന്ന് പറയാൻ സർക്കാരിന് പറ്റില്ല. അതിന് നിയമപരമായ വശമുണ്ട്. ധാർമ്മികത ഓരോ ആളുകളെയും സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കും. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജിവെക്കുന്നാണെങ്കിൽ അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടുന്നത്. കോടതി ശിക്ഷിക്കുന്ന പക്ഷം 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷക്ക് വിധേയനാക്കി കഴിഞ്ഞാലാണ് MLA സ്ഥാനം രാജിവെക്കേണ്ടതായിട്ടുള്ളത്. ബബ്ബ എന്ന സിനിമാ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പദം രാജിവെക്കണമെന്ന് ആർജവത്തോടെ കോൺഗ്രസ് വനിതാ നേതാക്കൾ ആവശ്യപ്പെടുന്നത് ആ പാർട്ടിയുടെ തിളക്കം കൂട്ടുകയാണ്. ഒരു MLA നഷ്ടപ്പെട്ടാലും ഇനി ആ സീറ്റ് പോയാലും കുഴപ്പമില്ല, ഇരകൾക്ക് നീതി വേണമെന്ന തിരിച്ചറിവ് ഇത്തവണയെങ്കിലും കോൺഗ്രസിലെ വനിതാ നേതാക്കൾ കൈക്കൊണ്ടത് പുതിയ തുടക്കമാണ്, തിരുത്തൽ രാഷ്ട്രീയമാണ്. ആ പ്രസ്താവനകൾ കയ്യടി അർഹിക്കുന്നുണ്ട്. ഇനി ഇടത് വനിതാ നേതാക്കളുടെ പ്രതികരണം അത് തട്ടിപ്പാണ്. CPM-ലെ വനിതാ നേതാക്കൾ അവരുടെ MLA-മാർ പീഡന കേസ് നേരിട്ടപ്പോൾ രാജി ആവശ്യപ്പെടാതെ കൈക്കൊണ്ട ഇരട്ടത്താപ്പാണ് നമ്മളിപ്പോൾ കേട്ടത്. ഉസ്ബെക്കിസ്ഥാനിലെയും നിക്കരാഗ്വയിലെയും പോളണ്ടിലെയും ഇനി വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെയും സ്ത്രീകൾക്ക് വേണ്ടി ഘോരം പറയുകയും എന്നാൽ കേരളത്തിൽ സ്വന്തം പാർട്ടിയിലെ MLA-മാർ ലൈംഗികാരോപണവും ലൈംഗിക കേസും നേരിട്ടപ്പോൾ ആ സഖാക്കളെ പൊതിഞ്ഞു പിടിച്ചവരാണ് ഇന്നു വന്ന് വലിയ ധാർമ്മികത പ്രസംഗിച്ചത്. നീതിന്യായ കോടതിയും പാർട്ടി കോടതിയും പരിശോധിച്ച എത്ര ലൈംഗികാരോപണ കേസുകളിൽ സഖാക്കളായ MLA-മാരുടെ രാജി ഈ ടീച്ചർമാർ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചൊല്ലും ചെയ്ത്തും രണ്ടാകുന്നതിനെ ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിൽ 3.5 കോടി മലയാളികൾ സംസാരിക്കുന്ന മലയാള ഭാഷയിൽ കാപഠ്യം എന്നാണ് പറയുന്നത്. കാപഠ്യം എന്നതിനപ്പുറം തന്തയ്ക്ക് പ്രക്കാഴിക അല്ലെങ്കിൽ 2 തന്തയിൽ കൂടുതലുള്ളവരെന്നൊക്കെ വേണമെങ്കിലും പറയാം. എന്ത് തന്നെയാണെങ്കിലും നല്ലൊരു അവതാരകൻ തന്നെയാണ്. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഭാഗത്തു നിന്ന് അവർ നല്ല രീതിയിൽ തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആവണം മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. അല്ലാതെ റിപ്പോർട്ട് ചാനൽ കാണിക്കുന്ന പോലെ PR വർക്ക് ചെയ്യുന്ന തന്തയ്ക്ക് പ്രക്കാഴിക ആവാൻ പാടില്ല മാധ്യമ പ്രവർത്തനം.
ഇദ്ദേഹം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇദ്ദേഹം വളർന്നു വരുമ്പോൾ ഇദ്ദേഹത്തിനെ അടിച്ചമർത്തണമെന്നുള്ള ഉറച്ച ലക്ഷ്യത്തോടു കൂടി കാണിച്ചു കൂട്ടുന്ന പോരാട്ട നാടകമാണ് ഇത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും മനസ്സിലാവും. എന്തു തന്നെയാണെങ്കിലും ഈ സ്ത്രീ എന്ന് പറയുന്ന വജ്രായുധത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പുരുഷനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ആ ഒരു നയം ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. വേടന്റെ വിഷയത്തിലും സെയിം കാര്യം തന്നെയാണ്, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും സെയിം വിഷയം തന്നെയാണ്. എന്തു തന്നെയാണെങ്കിലും ഈ രാഹുലിന് ഇതെല്ലാം തെളിയിക്കാൻ സാധിക്കട്ടെ. രാഹുൽ സത്യമായിരുന്നു അല്ലെങ്കിൽ മിഥ്യയായിരുന്നു അല്ലെങ്കിൽ കള്ളമായിരുന്നു എന്നുള്ളത് എന്തു തന്നെയാണെങ്കിലും പുറത്തു വരാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എത്രയും വേഗം ഇതെല്ലാം പുറത്തു വരട്ടെ, ജനങ്ങൾ അറിയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.